ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു asuriyavlogs. ഇന്നൊരു പെരുന്നാൾ സ്പെഷ്യൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പായസം എങ്ങനെ ഉണ്ടാക്കിയിരിക്കണം നോക്കാം. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് സേമിയം, അതുപോലെ ജവ്വരി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു 2 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചത്, പിന്നെ ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഇനി നെയ്യില്ലെങ്കിൽ നമ്മൾ സാധാ ഓയിൽ ഒഴിച്ചാലും മതി. എന്നിട്ട് ഇത് ഓരോന്നൊന്ന് ചൂടാക്കി എടുക്കണം. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സേമിയനൊക്കെ ഫസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. ഈ നെയ്യ് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് മുന്തിരി ആഡ് ചെയ്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഈ നെയ്യിൽ തന്നെ നമ്മൾ സേമിയനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ സേമിയനൊക്കെ നമ്മൾ പാക്കറ്റ് ഇട്ടിട്ട് തന്നെ നല്ലോണം കയ്യിലൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പാനിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ചെറിയ പീസാണോ അത്രയും ചെറുതാക്കിയിട്ട് നമുക്ക് പാക്കറ്റ് ഇട്ടിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ സേമിയന് ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കിയതിന് ശേഷം ഈ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതും ഈ പാനിൽ നിന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ജവ്വരിയും കൂടെ അതേ പാനിൽ തന്നെ ഉള്ള നെയ്യ് തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഓവർ നെയ്യ് വേണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ്. കൂടുതൽ നെയ്യ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യുക. ഇനി നമ്മൾ കുക്കറിലിട്ടിട്ട് ഈ ജവ്വരിയും സേമിയനും കൂടെ ഒരു വിസിലിന് വിടുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം വെച്ചാൽ മതി. ഈ പായസം നമ്മൾ ഫുള്ള് പാലിലാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇത് വേവാനുള്ള അളവിനുള്ള വെള്ളം മാത്രം നമ്മൾ കുക്കറിൽ ഒഴിച്ചാൽ മതി. ഈ ജവ്വരി സേമിയനും കുക്കറിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസിലിന് വിടാം ഈ കുക്കർ. ഈ പായസത്തിന് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർ ഒരു 5-6 ഏലക്ക്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ രണ്ടും കൂടി നല്ല നൈസായിട്ട് ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വേവാണ്ടെന്ന് എഴുതിയിട്ട് ഒരു വിസിൽ വന്നതും അതിൻ്റെ വിസിലൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് നമുക്ക് പായസം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാലൊഴിച്ച് കൊടുക്കുക. പായസം നല്ല തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചാൽ മതി. നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പാലൊഴിക്കുക. അപ്പോൾ നമ്മൾ ഈ പായസത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുക്കർ വിസിൽ പോകാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്യുന്ന സമയം കൊണ്ട് ഈ സേമിയനൊന്ന് ചൂടാറും. അപ്പോൾ അത് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. പാലും ഒന്ന് ചൂടാവണം. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഫ്ലെയിം ഓണാക്കിയത്. അപ്പോൾ പാലായത് കാരണം ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഷുഗർ ആഡ് ചെയ്യുക. നമ്മൾ മിൽക്ക് മെയ്ഡും ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് അളവ് ഷുഗർ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളത് കാരണം നമ്മൾ മിൽക്ക് മെയ്ഡും കുറച്ചധികം തന്നെ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഷുഗറും ഏലക്കയും കൂടെ ആഡ് ചെയ്യുക. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ
ഫസ്റ്റ് നമ്മൾ വറുത്തെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചൂടൊക്കെ ആയിന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.